ആരായിരിക്കും ഈ ചതിയുടെ പിന്നിൽ? ആ റിയയുടെ പേരിലുള്ള നമ്പർ ഇവൻ സൈബർ സെല്ലെങ്ങാനും കൈമാറിയാലോ? കൈമാറിയ നമുക്കെന്താ, കൊച്ചമണിയെ പിടിക്കും. അതല്ല അമ്മേ, ആ പോലീസുകാരെ വരട്ടുമ്പോ ഇതിന്റെ പിന്നില് നമ്മളാണെന്ന കിളവി പറഞ്ഞു കൊടുക്കോ? എടാ, നമ്മളാണെന്നതിന് എന്താ തെളിവ്? പോവാൻ പറയടാ. അമ്മയൊന്ന് വിളിച്ചാലോ? ആ മോനെ. അമ്മ ഉറങ്ങിയില്ലേ? ഇല്ല മോനെ, ഓൻ വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റൂ? ഇതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ഇതൊക്കെ അങ്ങ് മാറിക്കോളും. അമ്മ ചെന്ന് ഉറങ്ങാൻ നോക്ക. ശരിടാ. അമ്മേ, എന്നാലും ഞാൻ മാഡത്തിന് കൊടുക്കാൻ എഴുതിയ ലെറ്റർ അതെങ്ങനെ മാറിയത്? ഞാനും അതന്നെ ആലോചിക്കുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ജയന്റെ അമ്മ സംശയം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കതിനുള്ള കഴിവൊന്നുമില്ല. പോരാത്തതിന് അവരിവിടെ ഉണ്ടായിരുന്നുമില്ല. അതാരായാലും നമുക്ക് കണ്ടെത്തണമേ. ഇപ്പൊ ഏതായാലും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. ആ മോളെന്തിയടാ? കരഞ്ഞ് കരഞ്ഞ് മുറി തന്നെ ഇരിക്കുക. എന്തായാലും നീ അതിനെ വഴക്കൊന്നും പറയണ്ട. ഒരു തെറ്റിദ്ധാരണയല്ലേ? എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ശരിയമ്മേ, അമ്മ കിടന്നോ? അതൊന്നുമല്ല, ഇന്നലെ തലകറക്കം വന്ന് നീ ഹോസ്പിറ്റലിൽ പോയെന്ന് അറിഞ്ഞപ്പോ മുതല് മനസ്സ് വല്ലാതെയായി. രാത്രിയില് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്താ കിടന്നേ. നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ? വിശ്വസിച്ച് കൂടെ കൂടിയവള് ചതിച്ചിട്ടു പോയി. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട, അത് നിസ്സാരോ. പിന്നെ ഇതൊരു തലയിറക്കമല്ലേ, മരുന്ന് കഴിച്ചപ്പോ അതങ്ങ് മാറി. പിന്നെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് എന്റെ തലയെഴുത്തല്ലേ. അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ തരവില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ വിഷമിക്കണ്ട. നിന്നെ ചതിച്ചവളെ ദൈവം വെറുതെ വിടില്ല. ആരോഗ്യം നോക്കണം മോനെ. ഈ തിരക്കൊക്കെ ഒന്ന് കുറയ്ക്ക്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. ആരോഗ്യമില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. തിരക്കുകളൊന്നും അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല ചേച്ചി. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിയില്ല ഞാൻ. ഞാനേ എന്റെ ഉത്കണ്ഠയും ടെൻഷനും കൊണ്ട് പറഞ്ഞതാ. നീ ഒന്ന് ശ്രദ്ധിച്ചാ മതി. അല്ല, ഇന്ന് ഓഫീസിൽ പോകേണ്ടതല്ലേ? നീയേ വേഗം എഴുന്നേറ്റ് പോയി കുളിക്കാൻ നോക്ക്. ആ അതെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറന്നുപോകും. നമ്മുടെ ഋതുമോളും രാജുവും തമ്മില് എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? നീ ഇന്നലെ ശ്രദ്ധിച്ചില്ലേ? അവള് വഴക്കിട്ടാ വന്നേ. ആദ്യം ആ ഡ്രൈവർ വേണു അവളെ ഇവിടെ കൊണ്ടുവന്നാക്കി. പിറകെ രാജുവും വന്നു. അവര് വലിയ കാരണങ്ങളൊന്നും ഇല്ലാത്ത പിള്ളേരല്ലേ ചേച്ചി. ചെറിയ സൗന്ദര്യപ്പിണക്കം വല്ലതും ആയിരിക്കും. സൗന്ദര്യപ്പിണക്കൊന്നും അല്ല, ഇതിത്തിരി കാര്യമായിട്ടുള്ള വഴക്കാ. അവളില്ലേ ആ ഋതിക,
അവള് മഹാപ്രശ്നക്കാരിയാ പ്രതാപ. തൊട്ടേനെ പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കും. വെറുതെ അവന്റെ മേക്കിട്ട് കയറും. പിന്നെ ആ ഋതികയുണ്ടല്ലോ, അവള് അവളുടെ അമ്മയുടെ തനി പകർപ്പാ. ആ പത്മയുടെ അതേ സ്വഭാവം. അമ്മ വേലി ചാടി, മകളും മതില് ചാടാതിരുന്നാ മതി. കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? മനസ്സിൽ എന്തെങ്കിലും വിഷമമുള്ളവർക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? തെറ്റ് ചെയ്യുന്നവർക്ക് അത് തെറ്റായി തോന്നിയാലല്ലേ കുറ്റബോധം ഉണ്ടാവും. ഇത് എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുക. ഇത്ര നിസ്സാരമായിട്ടാ എന്നെ ചതിച്ചത്. മനുഷ്യർക്ക് ഇത്രയ്ക്ക് ദുഷ്ടന്മാരാവാൻ പറ്റും? മോളെ ഋതുമോളെ,